ഹലോ ഹായ് വെൽക്കം ബാക്ക്. ദിസ് ഈസ് ജോസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് ആൻ ഐഡിയ, ഹൗ ടു വാലിഡേറ്റ് ആൻ ഐഡിയ, ഹൗ ടു ഫൈൻഡ് ദ റൈറ്റ് ഐഡിയ ദാറ്റ് ഫിറ്റ്സ് ഫോർ യുവർ സ്റ്റാർട്ടപ്പ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാം, എന്തൊക്കെ മൈൻഡ് സെറ്റ് വേണം ടു ബി ആൻ ഐഡിയൽ ഫൗണ്ടർ എന്നുള്ള കാര്യങ്ങൾ നോക്കി. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം അത് ചെക്കൗട്ട് ചെയ്യുക. ബിക്കോസ് ആ ഒരു ഫൗണ്ടേഷണൽ ബേസ് ക്ലിയർലി മേക്ക് എ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ എ സക്സസ്ഫുൾ ഫൗണ്ടർ ആൻഡ് എ ഫെയിൽഡ് ഫൗണ്ടർ. സോ അതൊരു പ്രീ റിക്വസ്റ്റിക്കാണ്. സോ യു ഷുഡ് മസ്റ്റ് വാച്ച് ദാറ്റ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് 4 വീഡിയോസ് വിൽ ബി അബൌട്ട് ഐഡിയ, പ്രൊഡക്റ്റ്, ടീം ആൻഡ് എക്സിക്യൂഷൻ. ഈ ഒരു 4 ക്വാഡ്രൻ്റാണ് ഒരു സ്റ്റാർട്ടപ്പ് സക്സസ്ഫുൾ ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻ 4 തിങ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഐഡിയ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്ക് ഒരു കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലോട്ട് ഓഫ് ഐഡിയാസും മൈൻഡിൽ കാണും, പക്ഷെ അതിൽ ഏത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ മാത്രം നല്ല ഐഡിയ എന്നുള്ള ഡൗട്ട്സ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് എന്തെങ്കിലും ബിൽഡ് ചെയ്യണമെന്നായിരിക്കും, മനസ്സിലങ്ങനെ ഒരു ഐഡിയ ഇല്ല, എന്ത് ടൈപ്പ് ഓഫ് ഐഡിയ ചൂസ് ചെയ്യണ്ടേ, എങ്ങനെ ഐഡിയ തപ്പണ്ടേ, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലായിരിക്കും. ആൻഡ് വിച്ച് സ്റ്റാർട്ടപ്പ് ഐഡിയ വുഡ് ഫിറ്റ് ഫോർ യു. കാരണം നമ്മൾ ആസ് എ ഫൗണ്ടർ നമുക്ക് എന്ത് ഐഡിയ ആയിരിക്കും അല്ലെങ്കിൽ എന്ത് സ്റ്റാർട്ടപ്പ് ആയിരിക്കും പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. കുറേ പീരീഡ് ഓഫ് ടൈം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇഫ് വി ആർ നോട്ട് എക്സൈറ്റഡ് ടു ബിൽഡ് ദിസ് ഐഡിയ നമ്മളത് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ മെയിനായിട്ട് ഹൗ ടു വാലിഡേറ്റ് എ സ്റ്റാർട്ടപ്പ് ഐഡിയ. അപ്പോൾ നമുക്ക് ഐഡിയാസ് ഉണ്ട്, അത് നമ്മൾ കുറച്ച് പേർക്ക് ആ ഒരു പ്രോബ്ലം കണ്ടായിരിക്കും, അല്ലെങ്കിൽ സെൽഫായിട്ട് എൻ്റെ ലൈഫിൽ ആ ഒരു പ്രോബ്ലം ഞാൻ ഫീൽ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഐഡിയ ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും ആ ഒരു ഐഡിയ പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യണം ബിഫോർ സ്റ്റാർട്ട് ബിൽഡിങ്. അല്ലെങ്കിൽ വി വിൽ ബിൽഡ് എ പ്രൊഡക്റ്റ് വിച്ച് നോ ബഡി യൂസസ്. നമ്മൾ ആരും യൂസ് ചെയ്യുന്നില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിലും കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഐഡിയയുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റാർട്ടപ്പ് ഈസ് ജസ്റ്റ് വാല്യൂ ക്രിയേഷൻ. നിങ്ങൾ വേറെ ആർക്കെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റ് വഴിയോ സർവീസ് വഴിയോ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂവിന് തിരിച്ച് റിട്ടേൺ ആയിട്ട് ഒരു പൈസ ഓഫർ ചെയ്യും. സോ ദിസ് ഈസ് ഹൗ സ്റ്റാർട്ടപ്സ് മേക്ക് മണി. അപ്പോൾ എപ്പോഴും ആ ഒരു വാല്യൂ ക്രിയേഷൻ കറക്റ്റ് ആയിരിക്കണം. ഇപ്പം നിങ്ങളുടെ വാല്യൂ ക്രിയേഷൻ കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ you won't make money or you won't be able to scale your startup. So നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അതൊരു സ്ട്രോങ് പെയിൻ പോയിൻ്റ് ആണെന്ന് നമ്മൾ ഇനീഷ്യലി ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് ആ പെയിൻ പോയിൻ്റ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന് അവർ തിരിച്ച് പൈസ മുടക്കാൻ റെഡി ആയിരിക്കണം. സോ ഇതാണ് ഒരു ബേസിക് സ്റ്റാർട്ടപ്പ് ഐഡിയയുടെ മെട്രിക്. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ ഇപ്പം ഇവിടെ ഒരു ഗ്രാഫ് കാണിക്കാം. ഈ ഒരു ഗ്രാഫിൽ പറയുന്നത് പോലെ യു ഹാവ് ടു ഐഡൻറ്റിഫൈ വെയർ യു ക്യാൻ ക്രിയേറ്റ് വാല്യൂ. കാരണം നമുക്കൊരു നാച്ചുറൽ എക്സ്പെർട്ടീസ് കാണും, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡ് കാണും. ആ ഒരു ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. ബിക്കോസ് നമ്മൾക്ക് ഒരു അപ്പർ എഡ്ജില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ നാച്ചുറലി അതിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് കാര്യമില്ല, അത് പൈസ ഉണ്ടാക്കിയാൽ പോലും. കാരണം അതൊരു ലോങ് ടൈമിൽ നമുക്ക് അതിനകത്ത് അത്ര കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു വിഷൻ അലൈൻഡ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. സോ അതും ആലോചിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ഫീൽഡാണ് ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ എടുക്കുക. ആൻഡ് അവിടെ എനിക്ക് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫോർ ദാറ്റ് വാല്യൂ പീപ്പിൾ ആർ റെഡി ടു പേ ഇറ്റ്. അത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട പരിപാടി, ഇത് സ്കെയിലബിൾ ആണോ. ഈ ഒരു സ്കെയിലബിലിറ്റി എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ആക്ച്വലി വർക്കാവുന്നത് ഒരു പുതിയ ഫീൽഡിൽ, അല്ലെങ്കിൽ ടൈമിംഗ് ആണ് സ്റ്റാർട്ടപ്പിൻ്റെ മെയിൻ കാര്യം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ചൂസ് ചെയ്യുമ്പം എന്തുകൊണ്ട് ഇത്ര നാൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് എക്സിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കണം. ഇതിനകത്ത് പല കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു ഐഡിയ പുതിയതാണെങ്കിൽ അത് ഓൾറെഡി അത് മാർക്കറ്റിൽ ഇല്ലെങ്കിൽ അത് 2 കാരണം കൊണ്ടായിരിക്കും. ഒന്നെങ്കിൽ അതിനൊരു മാർക്കറ്റ് ഉണ്ടാവത്തില്ല, അങ്ങനത്തെ സ്റ്റാർട്ടപ്പ് നമ്മൾ തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അന്വേഷിക്കണം, ഓക്കെ ഈ ഒരു ഐഡിയയിൽ എക്സിസ്റ്റിംഗ് സ്റ്റാർട്ടപ്പുകളുണ്ടോ. നിങ്ങൾക്ക് ChatGPT ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐഡിയയിൽ ഇപ്പം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആരെയും തുടങ്ങിയിട്ടുണ്ടോ, ഇപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇല്ലാത്ത, അല്ലെങ്കിൽ അവർ ഫെയിലായോ, അതോ അവർ എന്തെങ്കിലും പിവട്ട് ചെയ്തോ, മീൻസ്
ആ ഒരു ഐഡിയയിൽ നിന്ന് വേറെ എന്തെങ്കിലും ഐഡിയയിലേക്ക് ട്രാൻസിഷൻ ചെയ്തോ, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊരു ജനറൽ സ്റ്റഡി നടത്തുക. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടപ്പ് മാർക്കറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ ക്രിയേഷൻ ആൾക്കാർ പേ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടില്ല. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിങ്ങിൻ്റെ കാര്യം വരുന്നത് ഇപ്പോൾ റൈറ്റ് ടൈമാണോ? ചിലപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്ന സ്റ്റാർട്ടപ്പ് ഇപ്പോഴായിരിക്കും പോസിബിളായി. ചിലപ്പം എന്തെങ്കിലും റൂൾസ് റെഗുലേഷൻസ് കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്കണോമിക്കൽ ചേഞ്ച് കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൊണ്ടോ ചില കാര്യങ്ങൾ ചില സമയത്ത് ആണ് വർക്കാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മൊബൈൽ ആപ്പാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അത് ആൾക്കാരുടെ കയ്യിൽ ഫോൺ ഇല്ലാത്ത സമയത്താണ് ഞാൻ ഇറക്കുന്നതെങ്കിൽ അതിനത്രയ്ക്ക് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ടൈം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് പെൻട്രേഷൻ ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ ഇന്ത്യയിൽ ആൾക്കാർക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ആപ്പോ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ ഇന്ത്യൻ പീപ്പിൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം അവർക്ക് നെറ്റ്വർക്ക് ആക്സസ് എല്ലായിടത്തേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ മൊബൈൽ യൂസേജ് എല്ലായിടത്തേക്കും ആയിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർനെറ്റ് ബൂമിൻ്റെ സമയത്താണ് നിങ്ങളൊരു ആൻഡ്രോയിഡ് ആപ്പ് റിലീസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ബെറ്റർ ടൈമാണ്. ബിക്കോസ് എല്ലാവരുടെ കയ്യിൽ ഫോണാവുന്നു, നെറ്റാവുന്നു, ആപ്പുകൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നു, സ്റ്റേജ് ആവുന്നു, അല്ലെങ്കിൽ ഫെമിലിയർ ആവുന്നു. അങ്ങനെ ആ ഒരു ടൈമിംഗ് എപ്പോഴും നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. ഇപ്പോഴാണെങ്കിൽ എനിക്കൊരു ChatGPT റാപ്പർ ഇറക്കാൻ പറ്റും, അല്ലെങ്കിൽ ChatGPT ബേസിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ടൂൾ ഇറക്കാൻ പറ്റും. കാരണം അത് മുമ്പോട്ട് കോസ്റ്റ് ചീപ്പാവുമെന്നും ബെറ്റർ ആവുമെന്നും ഉറപ്പിൽ എനിക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങാം. അങ്ങനത്തെ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. സോ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റിന് മാർക്കറ്റ് വലുതാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ മാർക്കറ്റ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു ഉറപ്പ് വേണം. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു റൈറ്റ് ടൈമിങ്ങിൽ ഈ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സ്റ്റാർട്ടപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എക്കോസിസ്റ്റം, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് ആണെങ്കിൽ എല്ലാവരും ഇൻ്റർനെറ്റ് എടുക്കുന്നു, പൈസ കുറവായതുകൊണ്ട് ആ ഒരു പലരും സിം എടുക്കുന്നു, നെറ്റ് ആക്സസ് കിട്ടുന്നു. ആ ഒരു ഭൂമിയിലാണെങ്കിൽ നിങ്ങൾക്കും ജനറലി ആ ഒരു വേവ് റൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണല്ലോ ആ ഒരു കൊറോണ സമയത്ത് ജിയോ വന്ന സമയത്ത് ഒരുപാട് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് വന്നു, അവർക്ക് അത്രയും വ്യൂസ് കിട്ടി. അതിൻ്റെ കാരണം എന്താ? ആ ഒരു റൈറ്റ് ടൈമിംഗ് ആയിരുന്നു. ആ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐഡിയ വർക്കൗട്ട് ആവുന്ന ഫീൽഡിൻ്റെ ഗ്രോത്തൂടെ മാറ്ററാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ചൂസ് ചെയ്യണം ഫോർ സ്റ്റാർട്ടപ്പ്. അത് ചൂസ് ചെയ്യേണ്ട രീതി ഇങ്ങനെയായിരിക്കണം. ടൈമിംഗ് എത്രമാത്രം നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമോ അത്ര നല്ലത്. സോ യു ക്യാൻ പിവട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഐഡിയ തുടങ്ങിയിട്ട് അതിന് പല രീതിയിൽ കൊണ്ടുപോകാം. പക്ഷേ ആ ഒരു ബേസ് ഐഡിയയ്ക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് റിസർച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഈ ഒരു ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ ഒരു വേവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു വേവ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വേവ് ചെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി. സോ ഇതിൻ്റെ ഫേമസ് എക്സാമ്പിളാണ് റെഫ്രിജറേഷൻ കൊണ്ടുവന്നവരല്ല, റെഫ്രിജറേഷൻ യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് ഇറക്കിയവരാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത്. അതിൻ്റെ അർത്ഥം വെച്ചാൽ റെഫ്രിജറേഷൻ കൊണ്ടുവന്നത് കമ്പനിയല്ല, പക്ഷേ റെഫ്രിജറേഷൻ യൂസ് ചെയ്ത് കോൾഡ് ഡ്രിങ്ക്സ് ഉണ്ടാക്കി കൊക്കക്കോള അല്ലെങ്കിൽ പെപ്സി പോലത്തെ കമ്പനിയാണ് ആ ഒരു റെഫ്രിജറേഷനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കിയത്. സോ അതാണ് ബേസിക് സാധനം. ഓക്കെ, ഇനി നമുക്ക് ആ നേരത്തെ കാണിച്ച ഗ്രാഫിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ പറയുന്നത് വാട്ട് യു ആർ ഗുഡ് അറ്റ് ഡൂയിങ് എന്നുള്ള അതും, വാട്ട് പീപ്പിൾ ഡിസയർ എന്നുള്ളൊരിതും, വാട്ട് കോമ്പറ്റേറ്റേഴ്സ് ആർ ഗുഡ് അറ്റ് ഡൂയിങ്. സോ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് സോൾവ് ചെയ്യുന്ന സെയിം സാധനം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ അവരെക്കാളും അവരുടെ എക്സിസ്റ്റിംഗ് കമ്പനിയാണെങ്കിൽ അവരെക്കാളും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവർ സോൾവ് ചെയ്യാത്ത അവരുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സെക്ടറിൽ ഒരു ഫ്രീ മാർക്കറ്റ് കാണും. അവിടെ ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. അവിടെ നിന്ന് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും ഈ ഒരു മാർക്കറ്റിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എന്നാൽ ആ ഒരു ഏരിയയിൽ കോമ്പറ്റേറ്റേഴ്സ് ഓൾറെഡി അത് അക്കോമഡേറ്റ് ചെയ്യുന്നില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ചേഞ്ച് കൊണ്ട് എന്തെങ്കിലും ചേഞ്ച് കൊണ്ട് ഇപ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലാണെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കണം, കോമ്പറ്റേറ്റേഴ്സ് എന്തൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം, അവരുടെ കസ്റ്റമേഴ്സിന് എന്തൊക്കെ പെയിൻ പോയിൻറ്റ്സ് ഉള്ള, അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ് അവരുടെ എക്സിസ്റ്റിംഗ് കമ്പനി സോൾവ് ചെയ്യാത്ത എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയണം. ആൻഡ് അൾട്ടിമേറ്റ്ലി നമുക്ക് എന്ത് ഏരിയയിലാണ് എഡ്ജുള്ളത്, അല്ലെങ്കിൽ എന്ത് ഏരിയയിലാണ് നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ഗ്രോ ചെയ്യാൻ എന്നുള്ള കാര്യങ്ങൾ ഐഡിയ ഉണ്ടായിരിക്കണം. ആൻഡ് ആ ഒരു പ്രോബ്ലം ആൾക്കാർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ, ആൻഡ് അതിന് പീപ്പിൾ പേ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ ആണ് നോക്കണം. ഈ ഒരു റിസർച്ചാണ് ഒരു ഐഡിയയുടെ ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം.
സോ നമ്മൾ ഇപ്പം നമ്മുടേതായ രീതിയിൽ നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ റിസർച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു വാലിഡേറ്റിംഗ് ഐഡിയ ആണ്. ഇവിടെയാണ് മെയിൻലി ആൾക്കാർ മണ്ടത്തരം കാണിക്കുന്നത്. ബിക്കോസ്